ഹായ് ഫ്രണ്ട്സ്, ഡ്രാഗ് സിനിമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാമിൻ്റെ റിവ്യൂവും പിന്നെ നമുക്ക് കുറച്ച് ക്യാമറ ഷോട്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡാഷ് ക്യാമിൻ്റെ ഫ്രണ്ട് ക്യാമറയിലുള്ള വിഷ്വൽസാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്നിട്ട് ഇൻസ്റ്റലേഷൻ്റെ കുറച്ച് ഷോട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. 70mm A400 Dual ചാനൽ ഡാഷ് ക്യാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 1440p റെസൊല്യൂഷനിലും റിയർ ക്യാമറയിൽ 1080p റെസൊല്യൂഷനിലും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നൈറ്റ് വിഷൻ വരുന്നുണ്ട്, ജി സെൻസർ വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു ആപ്പ് സപ്പോർട്ട്, ആപ്പ് പ്ലേബാക്ക് വരുന്നുണ്ട്. പിന്നെ ഓപ്ഷണൽ പാർക്കിംഗ് മോണിറ്ററിങ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ അതിനായിട്ട് നമുക്ക് ഹാർഡ് വെയറിങ് ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സിൽ വരുന്നത് റിയർ ക്യാമറ കണക്റ്റിംഗ് കേബിളാണ് ഈ കാണുന്നത്. നമ്മൾ ഫ്രണ്ട് ക്യാമിന് ഇതിനെ A400 എന്നും റിയർ ക്യാമറനെ RC09 എന്നാണ് ഇതിന് പേര് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കാർ ചാർജറാണ്. കാർ ചാർജർ നമ്മുടെ കാറിലെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ഇത് വരുന്നത് USB പവർ കേബിളാണ്. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമിൽ നിന്ന് ഈ കാർ ചാർജറിലോട്ടുള്ള കണക്ഷൻ ചെയ്യാനായിട്ടാണ് ഈ USB പവർ കേബിൾ ഉള്ളത്. അതിനുശേഷം കിട്ടുന്നത് വയറിംഗ് ക്രോബാറാണ്. നമുക്ക് നല്ലതായിട്ട് പാനലിൻ്റെ ഇടയിലോട്ട് നമുക്ക് വയർസ് ടക്ക് ചെയ്ത് വെക്കാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. ഫ്രണ്ടും റിയറും 2 സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. അത് RC09 റിയർ ക്യാമറയാണ്. ഇതാണ് A400 ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത്. 3.6 MP ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇതവിടെ ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്കറാണ്. ബാഗിൻ്റെ ഡൗൺ സൈഡിലായിട്ട് നമുക്ക് ബട്ടൺസ് കിട്ടുന്നുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പവർ USB ചാർജർ കണക്ട് ചെയ്യാനുള്ള സ്പോട്ടും കിട്ടുന്നുണ്ട്. റിയർ ക്യാമിനായാലും നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്ത്. അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ റിയർ ക്യാമറയുടെ സെപ്പറേറ്റ് യൂസർ മാനുവലാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത്. ടാറ്റ പഞ്ചിലാണ് നമ്മൾ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തത്. കാണാൻ പറ്റും, പാനൽസൊക്കെ അയച്ച് വയറൊക്കെ നല്ല നീറ്റായിട്ട് ഹൈഡ് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട് ഒരേ സമയം തന്നെ. പിന്നെ ഈസി ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും ഏതൊക്കെ പാനലാണ് നമ്മൾ അഴിച്ച് വയർ നല്ലതുപോലെ ഹൈഡ് ചെയ്തതെന്ന്. പിന്നെ നൈറ്റ് വിഷൻ വരുന്നുണ്ട്. 24 hours പാർക്കിംഗ് സർവൈലൻസ് വരുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണമെങ്കിൽ നമുക്ക് ഹാർഡ് വെയറിങ് ചെയ്യേണ്ടി വരും. ഹാർഡ് വെയറിങ് അഡീഷണലി ബൈ ചെയ്യേണ്ടി വരും. ബോക്സിൽ വരുന്നത് നമ്മുടെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റിലോട്ടുള്ള വയറിങ് മാത്രമാണ് വരുന്നത്. അത് വെച്ചാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് മോഡിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് എന്തെങ്കിലും കുലുക്കമോ ഷോക്കോ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ക്യാമറയുടെ അകത്തുള്ള ബാറ്ററി യൂസ് ചെയ്തിട്ട് അത് ഓണായി റെക്കോർഡ് ചെയ്യുന്നതാണ്, ഒരു ഇവൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ആപ്പ് കൺട്രോൾ വരുന്നുണ്ട്. ആപ്പ് 70mm എന്നുള്ള ആപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും വീഡിയോസ് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ കാണാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഒരു 145 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ ക്യാമറ റെക്കോർഡിങ്സിന് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി അതിൻ്റെ ക്വാളിറ്റി നോക്കാവുന്നതാണ്. റിയർ ക്യാമിൻ്റെയും ഫ്രണ്ട് ക്യാമിൻ്റെയും നൈറ്റ് ഡ്രൈവിങ്ങിലും ഡേ ഡ്രൈവിങ്ങിലുമുള്ള ഫുട്ടേജസ് ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് അവർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡാഷ് ക്യാം നല്ലതുപോലെ ചൂടാവാൻ സാധ്യതയുണ്ട്. അത് എൻ്റെ നോർമൽ ബിഹേവിയറാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് സ്യൂട്ടബിൾ അല്ലാത്ത മോഡൽസ് എന്ന് പറഞ്ഞാൽ മഹേന്ദ്ര, താർ, ബൊലേറോ, ഫോഴ്സ്, ഗൂർഖ എന്ന് തുടങ്ങിയത് വെർട്ടിക്കലായിട്ടുള്ള വിൻഷീൽഡുള്ള വണ്ടികളിൽ ഇത് സ്യൂട്ടബിൾ അല്ല. കാരണം നമുക്കത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ക്യാമറ അതിനകത്ത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെർട്ടിക്കലായിട്ട് വിൻഷീൽഡ് വരുന്ന വണ്ടികളിൽ ക്യാമറ ഫിക്സ് ചെയ്യാൻ പാടാണ് ഈ A400 എന്ന് പറയുന്ന മോഡൽ.
പിന്നെ നമുക്ക് ഇതിൽ വോയിസ് കമാൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനു മുന്നേ ഞാനൊരു ഡാഷ് ക്യാം സിംഗിൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്, വോയിസ് കമാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അത് 70 mAh തന്നെയായിരുന്നു. ഇതിൽ പിന്നെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഈ ക്യാമറയിൽ തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ക്യാമറയിൽ കണ്ടില്ല. എന്ന് പറയുമ്പോൾ വണ്ടി ഷേക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു നമ്മളിപ്പോൾ നോർമൽ നമ്മൾ കേരള റോഡ്സിൽ ഒരു ചെറിയൊരു കട്ടർ ചാടിയാൽ തന്നെ എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡാഷ് ക്യാമിൻ്റെ. അതിലാണെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഞാൻ കണ്ടില്ല. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് ഇടണം. മെമ്മറി കാർഡ് ഇടാതെ ക്യാമറ വർക്കാവില്ല. മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ 32 GB മുതൽ 128 GB വരെയുള്ള മെമ്മറി കാർഡാണ് നമുക്ക് ക്യാമറയിൽ ഇടാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എന്താണെന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഡ്രാക്സ് സൈനിങ് ഓഫ്.